ധോണിക്ക് ഇന്ന് ബാറ്റ് ചെയ്യാൻ സാധിച്ചില്ല. എങ്കിലും ധോണി ഇന്ന് ഒരു സൂപ്പർ ക്യാച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. നിമിഷ നേരം കൊണ്ടാണ് ആ ക്യാച്ച് ക്രിക്കറ്റ് ലോകത്ത് വൈറലായത്. ഈ വയസ്സിലും ധോണി ഇങ്ങനെ ചാടുമെന്ന് ആരും തന്നെ കരുതിയില്ല. ധോണി കളിച്ചില്ലെങ്കിലും ഗ്രൗണ്ടിലുണ്ടായാൽ മതി. CSK ആരാധകർ ഹാപ്പിയാണ്. എന്തായാലും CSK അടുപ്പിച്ച് 2 കളി ജയിച്ചിരിക്കുകയാണ്. ഇന്ന് കളി കഴിഞ്ഞ് ധോണി പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗുജറാത്ത് ഇങ്ങനെ നാണം കെടുമെന്ന് ആരും തന്നെ കരുതിയില്ല. 63 റൺസിന്റെ വിജയമാണ് CSK സ്വന്തമാക്കിയത്. ഇന്ന് കളി ജയിച്ച് ധോണി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞാനിപ്പോൾ ഹാപ്പിയാണ്. കാരണം എൻ്റെ ക്യാപ്റ്റൻസി മാറി. ഞാൻ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറി പുതിയൊരു താരം ക്യാപ്റ്റനാകുമ്പോൾ CSK ടീം എങ്ങനെ ആയിരിക്കണമെന്ന ഒരു ബോധം എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ഋതുരാജ് അതിന് പറ്റിയ ആളാണ്. അവൻ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ട്. ഞാൻ അവന് കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. അവനെ ക്യാപ്റ്റൻസിയിൽ വളർത്തിയെടുക്കണം. അതാണ് എന്നോട് മാനേജ്മെൻറ്റ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുപോലെ ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട്. ഞങ്ങളിപ്പോൾ അടുപ്പിച്ച് 2 കളി ജയിച്ചിരിക്കുകയാണ്. ഇപ്രാവശ്യം കപ്പ് നേടണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഗുജറാത്ത് ഞങ്ങൾക്ക് വെല്ലുവിളി ആയിരിക്കുമെന്നായിരുന്നു കരുതിയത്. പക്ഷേ ഞങ്ങൾ ഈസി ആയിട്ട് കളി ജയിച്ചു. ഈ IPL ഒരുപാട് മികച്ച ടീമുകളുണ്ട്. RCB, മുംബൈ എല്ലാം മികച്ചവരാണ്. അതുകൊണ്ട് വരുന്ന മത്സരങ്ങളിൽ ഇതേ കളി ആവർത്തിക്കുമെന്ന് ധോണി വ്യക്തമാക്കി. CSK ആരാധകർ ആവേശത്തിലാണ്. അങ്ങനെ അടുത്തൊരു കളിയും ജയിച്ചിരിക്കുകയാണ്. CSK ടീമിൽ എല്ലാ താരങ്ങളും ഫോമിലാണ്. അതാണ് ആരാധകർക്ക് ഇത്ര സന്തോഷം. ശിവൻ ദുബെയും രവീന്ദ്രയും ഋതുരാജ് അടക്കം എല്ലാവരും അടിച്ചു കളിക്കുന്നുണ്ട്. 206 എന്ന കൂറ്റൻ ടാർഗറ്റാണ് CSK എന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. ഗുജറാത്തിനൊന്ന് എതിർക്കാൻ പോലും സാധിച്ചില്ല. ബൗളിംഗിലും CSK മികച്ചു നിന്നു. ഇതോടുകൂടി 2ാം വിജയം CSK സ്വന്തമാക്കി. ധോണിയുടെ ആ സ്പൈഡർമാൻ ക്യാച്ചും ആരാധകരിൽ സന്തോഷമുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.